സോ അടുത്തതൊരു ഹൈബ്രിഡ് ക്വസ്റ്റ്യൻ ആണ്. കോഡിംഗ് ഡീകോഡിങ്ങും ഉണ്ട്, ബ്ലഡ് റിലേഷനും ഉണ്ട്, രണ്ടുകൂടെ ഒന്നിച്ചാണ്. ബ്ലഡ് റിലേഷൻ ട്രീ വരയ്ക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം, അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. സോ ബ്ലഡ് റിലേഷൻ ട്രീ വെച്ചിട്ട് പെട്ടെന്ന് പറയാം. ഇവിടെ സമയക്കുറവ് കൊണ്ട് ഞാൻ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത് എങ്ങനെയാ വന്നതെന്ന് പറയാം. എ ഇസ് എ സൺ ഇൻ ലോ ഓഫ് ജി ആണ് ചോദിച്ചേക്കുന്നത്. ഓരോ ഓപ്ഷനും ഇട്ട് നോക്കാം. സമയക്കുറവുകൊണ്ട് ഞാൻ കറക്റ്റ് ഓപ്ഷൻ മാത്രം ഇട്ട് നോക്കിയിട്ട് കാണിക്കാം. ബാക്കി ഓപ്ഷൻ ഇതേപോലെ അങ്ങ് പ്രൊസീഡ് ചെയ്താൽ മതി. ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ്. എങ്ങനെയാ കറക്റ്റ് ആകുന്നതെന്ന് പറയാം. എ മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ യു. മൾട്ടിപ്ലിക്കേഷൻ സിമ്പലിന്റെ അർത്ഥം ഇവിടെ തന്നിട്ടുണ്ട്, ഹസ്ബൻഡ് എന്നുള്ളതാണ്. എ മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ യു എന്ന് പറഞ്ഞാൽ എ ഇസ് ഹസ്ബൻഡ് ഓഫ് യു. എ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷനിൽ ഹസ്ബൻഡിനെ മെയിൽ പേഴ്സണിനെ സ്ക്വയർ ഓർ റെക്ടാങ്കിൾ വെച്ചും കല്യാണം കഴിച്ചിട്ടുള്ള കപ്പിളിനെ സ്പൗസസ് എന്ന് പറയും, കപ്പിൾസിന്. സോ ഡബിൾ ലൈൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇതൊരു സിമ്പിൾ നൊട്ടേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. സോ എ മെയിൽ ആളാണ്, ഹസ്ബൻഡ് ആയതുകൊണ്ട് എ ഇസ് ഹസ്ബൻഡ് ഓഫ് യു. സോ യു ഫീമെയിൽ ആണ്. സോ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ പെർസെൻറ്റേജ് സിമ്പിൾ യു, പെർസെൻറ്റേജ് സിമ്പിൾ എസ്. പെർസെൻറ്റേജ് സിമ്പിളിന്റെ അർത്ഥം എന്താണ്? യു സിസ്റ്റർ ഓഫ് എസ് എന്നാണ്. യു സിസ്റ്റർ, സിസ്റ്ററിന് ഒരു സിംഗിൾ ലൈൻ കൊടുക്കാം. സിസ്റ്റർ ഓഫ് എസ്, എസിന്റെ ജെൻഡർ അപ്പം നമുക്ക് അറിയത്തില്ല. സിസ്റ്ററിന് ബ്രദർ ഓർ സിസ്റ്റർ റിലേഷൻ, സിബ്ലിംഗ് റിലേഷന് സിംഗിൾ ലൈൻ കൊടുക്കാം. സോ അടുത്തത് എസ് പ്ലസ് ജി. പ്ലസ് ഇസ് വാട്ട്? സൺ എന്നുള്ളതാണ്. എസ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ എസ് സൺ ഓഫ് ജി. എസ് സൺ ഓഫ് ജി എന്ന് പറഞ്ഞാൽ എസ് മെയിലായി. സോ ഒരു സ്ക്വയർ കൊടുക്കാം. സൺ എന്ന് പറയുമ്പോൾ ജി മേളിലത്തെ ജെൻഡറിൽ വരണം, ജി പേരന്റ് ആയതുകൊണ്ട്. സോ ഇങ്ങനെ വരയ്ക്കാം. സോ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഡീറ്റെയിൽഡ് തിയറി നമുക്ക് ബ്ലഡ് റിലേഷൻ ചാപ്റ്ററിൽ പഠിക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബ്ലഡ് റിലേഷൻ ട്രീ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ട്രീ വരയ്ക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് ട്രീ വെച്ചിട്ട് പെട്ടെന്ന് ചെക്ക് ചെയ്യാം എ ഇസ് എ സൺ ഇൻ ലോ ഓഫ് ജി കറക്റ്റ് ആണെന്ന്. സൺ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എന്താ? മരുമകൻ. ജി എന്ന് പറയുന്നത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അയാളുടെ മകളുടെ ഭർത്താവായിരിക്കണം മരുമകൻ അല്ലെങ്കിൽ സൺ ഇൻ ലോ എന്ന് പറയുന്നത്. മകളുടെ, ജിയുടെ ഒരു മകനാണ് എസ്, മകന്റെ സിസ്റ്റർ ആണ് യു. ദാറ്റ് മീൻസ് ജിയുടെ മകള് തന്നെയല്ലേ യു. ആ യുവിന്റെ ഹസ്ബൻഡ് അല്ലേ എ? അതല്ലേ ക്വസ്റ്റ്യൻ ഇതിൽ പറഞ്ഞേക്കുന്നത്, എ സ്റ്റാർ യു. അതാ പറഞ്ഞ കോഡിംഗ് ഡീകോഡിങ്ങും ബ്ലഡ് റിലേഷനും രണ്ടും കൂടെ മിക്സ് ചെയ്താ ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസിന് കുറേ ടെക്നിക്സ് ഉണ്ട്, അത് പഠിച്ചാൽ ഇത് വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ മാത്രം പറഞ്ഞു പോകുന്നു. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. കാര്യം ജിയുടെ മകളുടെ ഭർത്താവാണ് എ. സോ ജിയുടെ മരുമകൻ അല്ലെങ്കിൽ സൺ ഇൻ ലോ ആണ് എ എന്ന് പറയുന്നത് കറക്റ്റ് ആകും ഫോർത്ത് സ്റ്റേറ്റ്മെന്റിൽ. ബാക്കി ഓരോ ഓപ്ഷനും നോക്കാം, അതിലൊന്നും കറക്റ്റ് ആവില്ല.